ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിളിയടാ അമ്മേന്ന്. വിളിയടാ. അമ്മേ, പണത്തിന്റെ നെറുകയിലിരുന്നുകൊണ്ട് നോക്കുമ്പോ കാണുന്ന ജീവിതമല്ല അച്ഛാ ജീവിതം. താഴെ തട്ടിലുള്ളവരുടെ ജീവിതമാ. അവർക്കുണ്ട് അന്തസ്സും ആഭിജാത്യവും ഒക്കെ. അതച്ഛൻ എന്ന് മനസ്സിലാക്കുന്നോ അന്നേ അച്ഛൻ ഈ ശിവനെ മനസ്സിലാക്കൂ. അമ്മ, ഞാൻ പോയിട്ട് വരാം. മോനെ, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഞാൻ വന്നമ്മ കണ്ടോളാം. ശരി അമ്മേ. വാഗമല. മോനെ, ശിവ ശിവ. മോനെ, മകന്റെ മുന്നിൽ ഇത്രയും ചെറുതാവണമായിരുന്നോ മഹേട്ട? അത് കടവത്ത് ദിനേശന്റെ കിട്ടാക്കടം. മസിൽ പിടിച്ചു. പിന്നെ എന്റെ ഒരു സംസാര രീതി കണ്ടപ്പോ തന്നെ ആളിയനങ്ങ് മുട്ടുമടക്കി. ഓടില്ലെന്ന് മനസ്സിലായി. പിള്ള 3-4 ദിവസം പോയി മെനക്കെട്ടതാ. പിള്ള ചെല്ലുന്നു കണ്ട ആള് മുങ്ങിക്കളയും. എന്റെ മുന്നിൽ ആ മുങ്ങലൊന്നും നടക്കില്ല. വിളിച്ചപ്പോഴേ ആളിന്റെ ഏകദേശ സ്വഭാവം എനിക്ക് പിടികിട്ടി. വൈകിട്ട് 5 മണിക്ക് ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞത് കടവത്ത് വീടിന്റെ മുന്നിൽ നിന്ന് തന്നെയാ. എനിക്കറിയാം ആള് മുങ്ങുമെന്ന്. കയ്യോടെ ഞാനങ്ങ് പൊക്കി. ഇനി നമുക്ക് അയാളുമായിട്ടുള്ള ബിസിനസ് വേണ്ട. അങ്ങനെ ഒഴിവാക്കി വിടണ്ട. ഇനി അയാള് കൃത്യമായിട്ട് പണം തന്നോളും. അതിനുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ എസ്ഐയുടെ കാശ, സോമശേഖരന്റെ. അയാളും കാശ് വന്നോ? അയ്യോ, ഞാനത് കിട്ടില്ലെന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ നമ്മൾ എന്തിനാ ഉപേക്ഷിക്കുന്നത്? നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അവൻ പലിശയ്ക്ക് വാങ്ങിച്ച കാശല്ലേ, അപ്പൊ തീർച്ചയായും നമുക്ക് തിരിച്ചു തരാൻ അവൻ ബാധ്യസ്ഥനുമാണ്. പിന്നെ ഇത് നമ്മുടെ വർക്ക്ഷോപ്പിലെ രാജേഷിന്റെയാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. എനിക്ക് 1-2 സ്ഥലത്തൂടെ കേറാനുണ്ട്. അല്ല, ചായ എടുക്കാം. ചായ കുടിച്ചിട്ട് പോയാ മതി. അത് കുഴപ്പമില്ല സത്യാമേ, എനിക്കിപ്പോ വേണമെന്നില്ല. എന്നാ ശരിയപ്പോ. വിഷ്ണു, നിന്നെ വിളിക്കുന്നേ. ദേ വരുന്നു. നിന്നേന്ന് വിടുമെന്ന് തോന്നുന്നില്ല. അവിടെ ചുമ്മാ എന്താടാ ഞാൻ വിളിച്ചത്? നിനക്ക് നിൽക്കാൻ പാടില്ലേ? എന്നാ ഒന്ന് വന്ന് നിന്നെ മാത്രം നോക്കിയിരിക്കുന്ന അച്ഛനെ കുറിച്ച് നീ ചിന്തിച്ചോ? എടാ, എന്നോടൊന്നും മിണ്ടാൻ പോലും സമയമില്ല. നീ ഇത് എങ്ങോട്ടാ ഓടുന്നേ? രാഘവേട്ട, എന്താ ഇത്? അതെ, ഇത് ഞാനും എന്റെ മോനും തമ്മിലുള്ള കാര്യങ്ങളാ. ഇത് അമ്മ കൈയെടുത്തേണ്ട കാര്യമില്ല കേട്ടോ. സത്യമേ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്താ നീ എന്താ വിളിച്ചേ? സത്യാമ്മ എന്നാ? അങ്ങനെയാണെങ്കിലേ നീനെ രാഘവേട്ടന്ന് വിളിയടാ. വിളിയടാ അമ്മയെന്ന്. അമ്മയെന്ന് വിളിക്കാൻ. രാഘവ് സാറേ, എന്തൊക്കെയാ പറയുന്നത്? പിള്ളേ, താൻ വേണ്ടരുത്. ഇതേ ഞാനും എന്റെ ഭാര്യയും മോനും തമ്മിലുള്ള കാര്യങ്ങളാ. അതിനിടയിൽ താൻ സംസാരിക്കാൻ പാടില്ല കേട്ടോ. ശരി. വിളിയടാ അമ്മേന്ന്. വിളിയടാ. അമ്മേ, അമ്മ പോയിക്കോ. ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് പോയിക്കോളാം. വാനോ? എങ്ങോട്ടേക്കാ? ഇനിയേ നീ എങ്ങോട്ടേക്കും പോകുന്നില്ല. എന്റെ അടുത്തേ നീ ഉണ്ടാവണം.
നിന്നെ ഒരിടത്തോട്ടും ഞാൻ വിടത്തില്ല. കുറച്ചു ദിവസമായിട്ടേ നീ എന്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നതിന്റെ ശിക്ഷയാന്ന് കരുതിയാ മതി. ഡോ പിള്ളേ, ഇവൻ ഓടിയാ ഇവനെ വട്ടം പിടിച്ച് നിർത്തിയേക്കണം കേട്ടോ. ശരി. ഇങ്ങോട്ട് വേടാ, ഇവിടെ ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് അല്ല, ഇങ്ങോട്ടോ, ആ. ആ ഇങ്ങോട്ടോ. എടാ നീ എപ്പോഴും അമ്മ പറയുന്നത് കേട്ടാ ശരിയാവത്തില്ല. കുറച്ചൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കണം. ആ ഇന്നിപ്പൊ അവനെ വിടൂന്ന് തോന്നില്ല. ഒന്നും പറയണ്ട സത്യാമ്മേ, രാഘവൻ സാറിന് വിഷമാവും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പിള്ളേ? ശ്ശോ. അല്ല അച്ഛാ, ആ, അങ്ങനെ എന്നെ ഒഴിവാക്കി പോകാൻ പറ്റൂടാ നിനക്ക്? ഇല്ല. ഇരി. ആ, ആ. ഡാ, അവിടെ ഇരിടാ. ഇരി. സത്യാമ്മേ. ആ. അല്ല അമ്മേ, ഞാന് ശിവനിപ്പോ പോണ്ട. രാഘവേട്ടൻ കുറച്ച് കഴിയുമ്പോ ഉറങ്ങും, അപ്പൊ പോകാം. ഇല്ലെങ്കിൽ വലിയ ബഹളമായിരിക്കും. അതാ കുഞ്ഞെ നല്ലത്. കുഞ്ഞിന് പോകാനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നോളാം. എന്തോ എന്താ പറഞ്ഞേ? മരുന്ന് വാങ്ങുന്ന കാര്യമൊക്കെ പറയായിരുന്നു. ശരി, ഞാനിരിക്കാം. എടാ നീ വലിയ പോക്കറിയൊക്കെ ആയിരിക്കും, പക്ഷെ നിന്നെ വരച്ച വരെ നിർത്തി വളർത്തിയ ആളായി ഞാനേ. അപ്പം നിന്നേക്കാൾ വലിയ രാജയായി ഞാൻ ഇല്ലടോ ഉള്ളേ. എന്റെ പഴയ ചട്ടമ്പിത്തരം ഇവൻ അറിയാൻ പാടില്ല. പോകാൻ പോയ ചെക്കനെ വിളിച്ചിരുത്തി വധിക്കുക. ഓ, അല്ല, സഹിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. പിന്നെ ആ. ഡാ, ആ, നീ ഒരിടത്തോട്ടും പോണ്ട. എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. മോളെ, കെട്ടുപ്രായമായ മക്കള് വീട്ടിലുണ്ടാകുമ്പോ അച്ഛനമ്മമാർക്ക് ആദിയാ. അതിൽ കൂടുതലും ആദി അമ്മമാർക്ക് തന്നെയാ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നീ ജനിച്ച അന്നു മുതൽ തുടങ്ങുന്നതാ. നിന്റെ പഠിത്തം അത് സ്കൂൾ കാലഘട്ടം മുതൽ തുടങ്ങും. അത് ചെന്ന് നിൽക്കുന്നത് മിന്നുകെട്ടിന് വരന്റെ ഒപ്പം നിൽക്കുമ്പോഴാണ്. ആ മിന്ന് കഴുത്തി വീഴുമ്പോഴാണ് അമ്മമാരുടെ ആദി അവസാനിക്കുന്നത്. അമ്മച്ചി ഇതിപ്പോ എന്നോട് എന്തിനാ ഈ പറയുന്നേ? മോളെ, നിന്റെ മിന്നുകെട്ട് എനിക്ക് കാണണം. അതിന് എന്താന്ന് വെച്ചാ മോള് ചെയ്യണം. ശിവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറാതെ ഞാൻ എങ്ങനെയാ അമ്മച്ചി ഇതിനൊരു മറുപടി പറയാ? മോള് ശിവനെ കാത്തിരിക്കണ്ടെന്നേ അമ്മച്ചി പറയൂ. അമ്മച്ചി കേൾക്കുമ്പോ മോക്ക് വിഷമാവും അമ്മച്ചിക്ക് അറിയാം. എന്നാലും അറിയേണ്ട കാര്യങ്ങൾ മോൾ അറിയണം. ശിവന്റെ സ്വഭാവം വെച്ച് മോൾ അവന്റെ കൂടെ ജീവിക്കില്ല.